ഒട്ടുമിക്ക അനലോഗ് റേഡിയോ സർക്യൂട്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതേ രീതിയിലുള്ള കോയിലുകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ഇനി അതിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വാക്സ് പോലെ ഒരു സാധനം ഒഴിച്ചേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. സാധാരണഗതിയിൽ റേഡിയോ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ട്യൂണിംഗ് ഡയലും ഫ്രീക്വൻസിയും ഒക്കെ കറക്റ്റായിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ കോയിലുകൾ അടുപ്പിക്കുകയോ അകത്തുകയോ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള ഫ്രീക്വൻസിയും ബാൻഡുകളെല്ലാം ട്യൂണായി കഴിഞ്ഞാൽ നമ്മൾ കാലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഇതേ രീതിയിൽ ഗ്ലൂ ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇൻഡക്ടർ ഗ്ലൂ ചെയ്യുന്നത് വഴി ഇൻഡക്ടറിന് സ്ഥാനചലനം സംഭവിക്കാതിരിക്കാനും അതിന് ഇൻഡക്റ്റൻസ് ചേഞ്ച് ചെയ്യാതിരിക്കാനും സഹായിക്കും. കൂടാതെ ഈർപ്പമൊന്നും അകത്ത് കയറത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ മീഡിയം വേവ് ആന്റിന കോയിൽ ഇതേ രീതിയിൽ നമ്മൾ ഗ്ലൂ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ കോയിലൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ കൂടിയാണ് നമ്മൾ മിക്കവാറും ഉള്ള കോയിലുകളെല്ലാം ഇതേ രീതിയിൽ ഗ്ലൂ ചെയ്ത് വെക്കുന്നത്. നമ്മുടെ ഈ ഗ്ലൂ എന്ന് പറയുന്നത് നല്ലൊരു ഇൻസുലേറ്റർ കൂടിയാണ്. അത് തന്നെയല്ല, തണുത്ത് ഉറച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പാറ പോലെ സർക്യൂട്ട് അനങ്ങാതിരിക്കാനും സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ തോന്നിയിട്ടുള്ള ഇത്രയും ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.